Outside, outside it's cold. That wild wind, oh man, winter's on a roll. But if you could come a little closer, you could keep me warm, and we could leave our mittens in the drawers. It's a beautiful day to be with you. It's a beautiful day to be with you. Oh, when I see your face, it's true. The skies are bright and blue. It's a beautiful day to be with you. Outside it feels like rain. These old knees, they tell me thunder's on the way. But if you could come a little closer, that's all I would need. April showers become distant memories. It's a beautiful day to be with you. It's a beautiful day to be with you. Oh, when I see your face, it's true. The skies are bright and blue. It's a beautiful day to be with you. Why don't you come a little closer until those skies are clear, and we can watch our troubles disappear. It's a beautiful day. 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 It's a beautiful day to be with you. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി.
കിനാവായി തോന്നിയോ നിലാവിൻ കൂട്ടിലെ ദിനങ്ങൾ പാതിരാവുകൾ മായുമ്പോഴും തനിച്ചേ വാടുമീ മനസ്സിൻ ചില്ലയിൽ തുടുക്കും ചായമേകിയോ പൂങ്കാറ്റിൻ്റെ ഈ താരാട്ടിലലിയാൻ വന്നിടാ ഈറൻവെയിൽ പൂക്കുന്ന വഴിയിൽ നിന്നിടാ അരുതേ കനവേ ഇനി മായരുതേ. സർവശക്തന്റെ തണലിൽ കഴിയുന്നവരും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്റെ വേടതക്കിടയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചിടും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതങ്ങളിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നിരുപമം ദിവ്യമീ നിമിഷം യേശുനാഥൻ പൊൻകരത്താൽ തഴുകുമീ നിമിഷം ആത്മാഭിഷേക നിമിഷം. മാലാഖർ വൃന്ദം ചുറ്റും പാടിയിടുന്നു, വിണ്ണോരം കിന്നരങ്ങൾ മീട്ടിടുന്നു, നക്ഷത്രജാലം പൂക്കൾ തൂകിടുന്നു, ആനന്ദം ആത്മാവിൽ ചേർന്നിടുന്നു. ഇത് പൂജ്യമാം സുദിനം, മാമോദീസാദൻ സുദിനം. നിർമ്മലം നിരുപമം ദിവ്യമീ നിമിഷം. ഉരുകി തെളിയുമീവൻ തിരിതരും പൊൻവെട്ടമായി വെൺപളും ഗണിശോഭയിൽ ഈ സുപ്രവസ്ത്ര വിശുദ്ധിയിൽ സൗഭാഗ്യമായി നീ ചേർന്നിടൂ. ദൈവത്തിൻ മകനായി കുഞ്ഞേ, ദൈവത്തിൻ മകനായി. വൃന്ദം ചുറ്റും പാടിയിടുന്നു, വിണ്ണോരം കിന്നരങ്ങൾ മീട്ടിടുന്നു, നക്ഷത്രജാലം
സാധൻ സുദിനം. പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജനത്തോലും പരിശുദ്ധാത്മാവിലും വീണ്ടും ജയിച്ച് പിതാവിനെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കൂദാശ യോഗ്യത പരികരണം ചെയ്യുവാൻ ബലഹീനരായ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവീശ്വരായ കാട്ടകളിൽ നടക്കുന്ന മാൻപിടയിൽ പോലെ ദൈവത്തിന്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജനത്താലമാത്മനം ജനിക്കുന്നില്ല എങ്കിൽ ഒരു ഹൃദയത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവിൽ എന്തിനാഗ്രഹപ്പെടുന്നു? നീ എന്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രി അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജനത്താലമാത്മനായി ജനിക്കുന്നില്ലെങ്കിൽ ഒരു ഹൃദയത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈ ദാനത്തെ പ്രതി ദാസനോട് ഞങ്ങൾ നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ ജോർജ് ആഗ്രഹിക്കുന്നു. പാപമാർഗങ്ങൾ ജോർജ് ഉപേക്ഷിക്കുന്നു. ഈശോമിശിഹായെ ജോർജിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
ജോർജ് മുദ്രിതനായിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവാദികളെ അങ്ങ് നൽകിയിട്ടുള്ളതും പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും നിൽക്കുവാൻ സകല സൗഭാഗ്യങ്ങളും ചോടുന്ന സമയം ഞങ്ങളെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെ പിതാവും കണ്ണും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ക്രിസ്തുവിന്റെ വെളിച്ചം എന്നയുടെ പുതിയ മനസ്സിന്റെയും അന്ധകാരത്തിനുള്ളിൽ നീക്കിക്കളയട്ടെ. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവിതത്തിൽ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെ കൂടുതൽ സ്തുതി ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംവേദന വസിക്കുന്ന പരിശുദ്ധനും സ്തുതികരണം ബലവാനുമായ കർത്താവിന്റെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. സർവ്വജനായ കർത്താവും ഭവനത്തിൽ വസിക്കുന്നവരുടെ പരിപാലകനും സദനങ്ങളുടെ സൗഭാഗ്യങ്ങളെയും അവിടവുമായി അങ്ങയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. മിശിഹായിൽ ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും മിശിഹായെ ധരിച്ചിരിക്കുന്നു.
സമാധാനത്തിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം. യേശു യോഹന്നാന്റെ സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ നിനക്ക് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ അടുത്തേക്ക് വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവിടെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതി പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാപഞ്ചലോകത്തിൽ തന്നെ ഇറങ്ങരുത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ട്. മിശിഹായിൽ സ്നേഹമുള്ള ജനകമണ്ഡലത്തിൽ കിഴപള്ളിയിലെ കുടുംബാംഗങ്ങളെ, വ്യക്തിമിത്രാദികളെ, സ്നേഹിതരെ, ഇന്ന് നമ്മളെ സുന്ദരം പറയുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെ അവസരമാണ്. കാരണം നമ്മുടെ എൽമിയും എബിയും കുദാശകൾ സ്വീകരിക്കുന്ന പ്രസിദ്ധമായ നിമിഷം 2009 ജനുവരി മാസം 8-ാം തീയതി ഏഴുകുമറ്റത്തിൽ ജോൺ ത്രേസ്യാമ്മ മകൻ തിത്തിയും കോതനല്ലൂർ കിഴവള്ളിയിലെ ജോർജ് ചിന്നമ്മ മകൾ ഷിനു ദേവാവെന്ന് ഉദാശ സ്വീകരിച്ചപ്പോൾ അവർ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ നല്ലവരെ വളർത്തണം, ഭാര്യ ഭർത്താക്കന്മാർ മരണം വരെ വേർപിരിയാതിരിക്കണം എന്നുള്ളത്. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള പ്രായമായപ്പോൾ കൂടി ആദ്യത്തെ കൺമണിയായ യജ്ഞിയെ തെരേസയെ കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി യേശുവിനെ തലയിലെ കിരീടമൊക്കെ വെച്ച്
ഒരു രാജകുമാരിയെ പോലെ ഇവരുടെ കൊണ്ടുവരുമ്പോൾ എൽമിയുടെ മനസ്സിൽ എന്നും ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എലി ജോർജ് മാമോദിസ പ്രധാനം ഈ കുദാശകൾ സ്വീകരിക്കാൻ വേണ്ടി കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാടിനെ നന്മ ചെയ്ത യേശുവിനെ പോലെ നന്മ ചെയ്ത് ജീവിക്കാനുള്ള കൃപ മക്കൾക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാഞ്ഞിര മരം പോലെ മറ്റുള്ളവർക്ക് ഒരിക്കലും കയ്പ് കൊടുക്കാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കല് യഹൂദർ ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവന്റെ അപ്പം എന്താകുന്നു എന്ന്. യഹൂദരോട് യേശു പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഞാൻ വന്നത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്ന അപ്പമായിട്ടാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, മറിച്ച് എന്നെ അയച്ച ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ആണ്. മനുഷ്യ മാംസത്തിലേക്ക് പിതാവ് ദൈവം അവതരിച്ചിട്ടുള്ള ദൈവിക ജീവനാണ് യേശു. ആ യേശുവിനെയാണ് ഇന്ന് ഇവർ ഹൃദയത്തിലേക്ക് ഏറ്റുപൊങ്ങാൻ പോകുക. ആദ്യമായിട്ട് ഏറ്റുപൊങ്ങാൻ പോകുക എൽമിയും എലിനും ഹൃദയം എത്രമാത്രം കളങ്കരഹിതമാക്കാമോ അത്രമാത്രം കളങ്കരഹിതമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുപൊങ്ങാൻ പോവുകയാണ്. ഇതുവരെ നിലയുപറ്റത്തിൽ കുടുംബത്തിൽ അംഗമായിരുന്ന എലി ഇന്നു മുതൽ നിലയുപറ്റത്തിൽ മാത്രമല്ല, ഞാൻ സഭയുടെ അംഗമാണ് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ആയിരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, തിഥിയും ശീലവും മക്കൾക്ക് ജന്മം നൽകി. നമ്മുടെ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതാപിതാക്കന്മാർ സ്വരൂപിച്ച് കൂട്ടിവയ്ക്കുന്ന പണമൊന്നും ആവശ്യമില്ല. അത് മക്കൾ തന്നെ പണം കണ്ടെത്തിക്കൊള്ളും. എന്നാൽ തിരിക്ക് മക്കൾക്ക് വേണ്ടി കൊടുക്കാവുന്ന ഒരു സമ്പത്തുണ്ട്. അവരെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ അവരുടെ അമ്മയെ ശനിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുക എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ മാതൃകകൾ കൊണ്ട് ആഗ്രഹിക്കണം. അതിന് തെറ്റിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ ശനി കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ പിതാവായ തിറ്റിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. സ്നേഹവും ബഹുമാനവും കൂടി ചേരുമ്പോൾ മക്കൾ നമ്മുടെ വരിയിൽ തന്നെ നിന്നുകൊണ്ട് നല്ല നല്ല മാതൃകകൾ കാണിച്ചു കൊടുത്ത മക്കൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകത്തില്ല. നല്ല നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുവാൻ തിറ്റിക്കും ശരിക്കും സാധ്യമുണ്ട്. ഒരിക്കലും ഇന്നുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനാകരുത്. നാളെ പറ്റി ഒരു ദീർഘവീക്ഷണം ഉണ്ടാകണം. നമുക്കറിയാം, കാക്കയെ കൂട്ടുപിടിച്ചാൽ കാക്ക എച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിൻ്റെ സ്വഭാവം അതാണ്. അരിയത്തെ കൂട്ടുപിടിച്ചാൽ അരിയന്നം സദസ്സുകളിലേക്ക് കൊണ്ടുപോകും. മക്കളുടെ കൂട്ടുകെട്ട് എപ്രകാരമുള്ളതാണെന്ന് ഏറ്റവും നന്നായി അറിഞ്ഞിരിക്കേണ്ടവരാണ് മാതാപിതാക്കന്മാർ. ഏതെങ്കിലും തരത്തിലുള്ള മക്കളുടെ കൂട്ടുകെട്ട് എന്തെങ്കിലും കുറവ് കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ തിരുത്തിക്കൊണ്ട് മക്കളെ നല്ല കൂട്ടുകെട്ടിലേക്ക് ആക്കി തീർക്കുവാൻ സാധിക്കണം.
ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്ന മനുഷ്യൻ ധീരനാണ്. ക്ഷമ ചോദിക്കുന്ന മനുഷ്യനോട് ക്ഷമ കാണിക്കുന്നതിന് ഏറ്റവും വലിയ ശക്തനാണ്. മറ്റുള്ളവർ ചെയ്യുന്നതും മനസ്സിൽ വയ്ക്കാതെ കൊണ്ട് അതൊക്കെ മറന്ന് ജീവിക്കുന്നവർ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുമാണ്. അകൽച്ച നല്ലതാകുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ അവരെ ഒരിക്കലും തിരുത്തുവാൻ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിച്ചവരെ ഒരിക്കലും ശരിയാക്കുവാൻ, നന്നാക്കുവാൻ, തിരുത്തുവാൻ പോകരുത്. മറിച്ച് നമ്മളെ ആത്മാവിനെ സ്നേഹിക്കുന്ന മനുഷ്യനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നമ്മുടെ ജീവിതം നന്മയുള്ളതാക്കി മാറ്റുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എനിക്കും എബിനും എല്ലാവിധ പാപങ്ങളും നേരിടുകയാണ്. നിങ്ങൾ വളർന്നു വന്നുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് ആശ കേന്ദ്രമാകണം, കുടുംബത്തിന് പ്രകാശമാകണം, നാടിന് സേവനം ചെയ്യുന്നവരാണ്. മാതാപിതാക്കന്മാരൊത്ത് ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലുമൊക്കെ സഹായിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നവരുണ്ടോ? തലോട്ടമേ മാധ്യമ പാവനയും അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവുന്ന വിധത്തിലൂടെ ഞങ്ങൾ ചെയ്തുകൊള്ള ഉറച്ച ബോധ്യത്തോടുകൂടി തന്നെയാണ് തലോട്ടമേ ഒക്കെ എത്തിയിരിക്കുന്നത്. അവർക്കും എല്ലാവിധ ഭാവുകളും നേരുകയാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നാം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കേണ്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭ ഞങ്ങളുടെ അകത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരുടെ ഒരാളെ ചോദ്യം ചെയ്യുന്ന നിരക്ഷാരത വേഗത സംജാതമാക്കട്ടെ. പരിശുദ്ധാത്മാക്കളെത്താൻ ഈ ശിശുക്കൾ വിദ്യകൾ അപാരമായി വയ്ക്കട്ടെ. സകലത്തിൻ്റെയും നാഥം എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യവേ. പോവുകയാണ്. ചോദിക്കുമ്പോൾ മകളെ, നീ മാമോദിസയാണ് തിരുസഭയിൽ പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശിയായത്. അന്ന് നിരന്തരപ്പെട്ടവയെ നിനക്ക് വേണ്ടി ഈ ശ്വാസത്തിനെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. ആകർഷണ ഭൂമിയെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പ്രസംഗിയാപുരത്തിൽ പിറന്ന് വീടുകൾ സഹിച്ച് കൃഷിയിൽ മരിച്ച ദൈവത്തിൽ ഈശ്വരിച്ചതായി നീ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും കത്തോലിക്ക സഭയിലും പുണ്യങ്ങളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നു. മാമോദിസയുടെ തലോട്ടമേ ദൈവത്തിലെ വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ കുർബാന സ്വീകരിച്ചുകൊണ്ട് നവീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിതമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നു. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു. പ്രിയമേ, മാമോദിസയെ ചെയ്ത് ഇന്ന് ആവശ്യമായ ഈ വാഗ്ദാനങ്ങളെ നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രങ്ങൾ എന്നതുപോലെ എൻ്റെ ആത്മാവിനെ പരിപ്രസാദം കൊണ്ട് ദൈവം അലങ്കരിച്ചിരിക്കുന്നു. ആദ്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരൊപ്പം നീ പെട്ടിരിക്കുവാൻ ഈശോ എന്നും നിരവധി നാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതലാബോധം
ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയുമായി തീരുവാൻ ഇവരെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിത അന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങനെ മുമ്പാകെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കുകയും ചെയ്യണമേ. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടികളെയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി മനുഷ്യനായി പിറന്നു. കാലത്ത് പിഴകൾ സഹിക്കുകയും സ്ത്രീമാനത്തറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദിസയായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിലേക്ക് വരികയും ചെയ്യുന്നു. എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുകയും ചെയ്തതുപോലെ ഒരുമിച്ചുകൂടുകയും കർത്താവേ, നിരസമായി ശുശ്രൂഷിക്കുവാൻ വിനീതനെ ദാസനെ തിരഞ്ഞെടുത്തവരുണ്ട്. സകലതിനെ പൂർത്തിയാക്കാൻ വേണ്ടി യോഗ്യത വെച്ച് യോഗ്യനായ മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്ത്രീകളുടെ ജീവിക്കുന്ന കർത്താവേ, ഉദാശീലം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലതിനെ നാഥോന്നേക്കും ദൈവത്തിന്റെയും വെള്ളത്തിന്റെയും ഉദ്ധരിപ്പ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്ന് ഈ ധൈര്യത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും യേശുവിന്റെ പീഡാനുഭവത്തിന്റെ ഉയർപ്പിന്റെ പ്രതീകമായ മാമോദിസ പരികരണത്തിനായിട്ട് ആരാധനയുടെ നാമത്തിൽ ഈ ധൈര്യം പ്രവർത്തീകരിക്കപ്പെടട്ടെ. ഈ ധൈര്യം ഞങ്ങളുടെ ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങനെ ഞങ്ങളുടെ രക്ഷകനായ ഈശോമിശിഹായുടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദിസ വഴി ഞങ്ങളുടെ പരിപൂർണമായ വിശുദ്ധിയും സ്വർഗ്ഗഭാഗ്യവും അവിടുത്തെ ഗൗരവത്തിൽ പങ്കാളിത്തമാകട്ടെ. ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവ് സ്തുതി പുകഴ്ചയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചനമായി മാമോദിസ അടയാളമായി ഈ തൈലം സമൂഹം കൊണ്ട് വിശദീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, യോർദാനിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ നിവസിച്ചുവെന്ന് പരിശുദ്ധാത്മാവ് ഈ ജനത്തിൽ ഇറങ്ങി വസിക്കട്ടെ. ശരീരത്തിലെ മാനവം പ്രവർത്തിക്കപ്പെടണേ. ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസയുടെ ഭാഗമായി
വിധേയനാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തോട് ധൈര്യത്തോടെ ലേഖനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ മാമോദീസ മുക്കപ്പെടുന്നു. വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു. നമ്മുടെ കർത്താവേ ഈശോമിശിഹാ വിശുദ്ധ വസ്ത്രത്തെ ദൈവത്തെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ ദൈവത്തിനെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമീക്ഷിക്കുക ദൈവത്തിന് മാർഗദീപം കഴിയട്ടെ. കർത്താവേ കരവാനാഥനോമേ അങ്ങയുടെ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ. ക്രിസ്ത്യനീതി കൂടുതൽ ഇവർ വളരുമാറാകട്ടെ. ഐശ്വര്യങ്ങൾക്ക് നീ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശാശ്രയം ലഭിക്കുവാനും ഇവരെ ശക്തരാക്കണമേ. മനുഷ്യത്വത്തെ സൗഭാഗ്യവയ്ക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എന്നേക്കും. മാമോദീസ എന്ന കുദാശ പരിവർത്തനം ചെയ്തുകൊണ്ട് സ്ഥലത്തിൽ നിന്ന് കുദാശ പരികരണം ചെയ്ത് പോവുകയാണ്. കുട്ടിയോട് ചോദിക്കുമ്പോൾ തലവട്ടത്തിന് ഉത്തരവ് വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ ജോർജ് ആഗ്രഹിക്കുന്നു. ദൈവം ജോർജിനെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരമായ കാരുണ്യം ഈ ദാസനെ വിതരണം തുറന്നു. അതിലൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശക്തനാം ദൈവമേ, സ്നേഹന്മാരെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തങ്ങളുടെ അനന്തകാരുണ്യത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹന്മാരുടെയും മരവിൽഗാമികളെ കൈപ്പ് വഴി പരിശുദ്ധാത്മദാനം എന്ന സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ജീവിതം ഞങ്ങളുടെ ദാസന് നൽകുന്നത് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എന്നേക്കും. മാമോദീസായുടെ പൊതുജനവും മിശിഹായുടെ പൊതുജനത്തിൽ അംഗത്വവും നിത്യവകാശവും ഞങ്ങൾക്ക് പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. ആ പിതാവേ എന്നങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിലെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവയ്പ് ശുശ്രൂഷ വഴി ധീരാത്മാവരാൽ നിറഞ്ഞ് സുവിശേഷ സാക്ഷ്യവഹിക്കുന്ന ധീരപടയാവുകയും സഭ വിശുദ്ധ ദാസന്മാർ ജീവിക്കുവാൻ ഇവനെ ശക്തരാക്കണമേ. അങ്ങനെ ആത്മാവിന്റെ പരങ്ങളാൽ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ധൈര്യം നന്ദിയും വിശ്വസ്തയും സൗമ്യതയും ആത്മസമയവും ഇവരിൽ നിറയട്ടെ. അങ്ങനെ ജീവിതം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. അങ്ങേക്കുള്ള പരിശുദ്ധാത്മാവ് സ്തുതി പുകഴ്ചയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ പൂർണ്ണമാക്കപ്പെടുന്നു. കർത്താവ് ദൈവമേ, ഈ ദാസൻ ചെയ്ത ജീവിതം പടയാളവും
ഈശോയുടെ ദിവ്യപരമൂലം ഇതിലൊടനെ പ്രസരിപ്പിക്കുവാൻ ഇവരെ ഇടയാവുകയും ചെയ്യട്ടെ. മുടി അണിയില് ആത്മീയ ആനന്ദത്തിന്റെ നിത്യസൗഭാഗ്യത്തിന്റെ അടയാളമായി ജോർജ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ജീവൻ കിരീടം അണിയിക്കപ്പെടുന്നു. ഞങ്ങളിലേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകനെ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ നീ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിൽ ആത്മാവിനെ ബോധപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിനെ നാമതന കാരണവരായ മാതൃക തീരുകയും ചെയ്യട്ടെ. മാമോദീസായുടെ ദൈവങ്ങളുടെ പദവിയിൽ നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിശുദ്ധപുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കട്ടെ. എന്നും സുവിശേഷ സാക്ഷികളെ പ്രേക്ഷിതനായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത്ത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആവശ്യമില്ലാത്ത സ്വർഗസമ്പത്തിന് അവകാശിയായി തീരുന്നവരെ ആപത്തുകൾ തുണയും സമരങ്ങളിൽ ആശ്വാസവും പരീക്ഷകളെ ഗൗരവം നൽകി അവിടുന്ന് സംരക്ഷിക്കട്ടെ. മാതാപിതാക്കന്മാർക്ക് ആശ്രയകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാല് സേവനമാതൃമായി തീരുവാൻ ദൈവമേ യോഗ്യനാകട്ടെ.
ഈ തിരുലോകം കൊണ്ട് എല്ലാവരെയും ദൈവസുഹൃത്തും അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പരിശുദ്ധാത്മാവിന്റെ സ്തുതി. അതിലേപോലെ എപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ. സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അമ്മച്ചി പാപ്പ മമ്മി സ്റ്റേജിലേക്ക് കയറും. ഓക്കെ, അടുത്തതായിട്ട് മോളെ ഓരോ സംഭവം ഞാൻ മോനായെയും ഭാര്യയുടെ മാമനെയും അവരുടെ മക്കളെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് തലവെച്ച ഓരോരുത്തരിക്കുന്നവന് തലവെക്കാതെ അവൻ എടുത്തോണ്ട് കിടക്കുന്ന അവൻ്റെ എല്ലാ പാപ്പമാരെയും ആൻറ്റിമാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സന്തോഷത്തിന് പ്രത്യേകമായിട്ട് കേക്ക് കുറച്ച് മധുരം തന്നേക്കാം. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലണയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ.
മുഖമേ മിഴികൾ ചിമ്മും ശിലയേ പകലിൽ തൂകും നിലവേ കവിയും പാടാ കവിതേ അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ കുളിരായി തോന്നും വെയിലേ കിളിയായി കൊഞ്ചും മൊഴിയേ പലതും പകരാനിനിമേൽ അരികിൽ ചേരാമിവനെ ഇന്നോളം മിഴി പൊന്നായി കണ്ടവയെല്ലാം നിന്നോളം വരുകില്ല എന്നറിവാകുന്നേ എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം